പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്നലെ കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിന് ശേഷം ദ വിഷൻ എന്ന് പറയുന്ന ടീമിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള കുറച്ച് വീഡിയോസ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. റസൽമേനിയ 41 ദ വിഷൻ എന്ന് പറയുന്ന സെത്ത് റോളൻസ് നേതൃത്വം കൊടുക്കുന്ന പുതിയൊരു ഫാക്ഷന് തുടക്കം കുറിക്കുന്നത്. പോൾ ഹേമൻ റോമൻ റെയിൻസിനെയും CM പങ്കിനെയും ഒക്കെ ചതിച്ച് സെത്ത് റോളൻസിൻ്റെ കൂടെ ചേരുന്നതിലൂടെയാണ് ഈ ഗ്രൂപ്പിന് തുടക്കം കുറിക്കുന്നത്. പിന്നീട് അതിലേക്ക് ആദ്യം വന്ന ഒരു മെമ്പർ ബ്രോൺ ബ്രേക്കർ ആയിരുന്നു. പിന്നീട് ബ്രോൺസൺ റീഡും ആ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായി. അങ്ങനെ ഒരു 3 റെസ്ലേഴ്സും ഒരു മാനേജറും ഒരു സ്പെഷ്യൽ കൗൺസിൽ എന്നുള്ളൊരു രീതിയിലുള്ള ഒരു റാക്കളും കൂടിയിട്ടുള്ള ഒരു ടീം, അതായിരുന്നു ദ വിഷൻ എന്ന് പറയുന്നത്. ഇവർക്കിടയിൽ ഇന്നലത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് വരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിന് ശേഷം പുറത്തേക്ക് വന്ന സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള കുറച്ച് വീഡിയോസിൽ, ആരാധകർ ചിത്രീകരിച്ചിട്ടുള്ള കുറച്ച് വീഡിയോസിൽ അത്ര സുഖകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് അല്ല ദ വിഷൻ എന്ന് പറയുന്ന ടീമിനെ സംബന്ധിച്ച് പങ്കുവെക്കാനുള്ളത്. ഇന്നലത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ നമുക്ക് കോഡി റോഡ്സും റാൻഡി ഓർട്ടനും ടീം ആയിക്കൊണ്ട് ദ വിഷൻ ടീമിലെ ബ്രോൺ ബ്രേക്കർ, ബ്രോൺസൺ റീഡ് തുടങ്ങിയവർക്കെതിരെ കളിക്കുന്ന ഒരു ടാഗ് ടീം മത്സരമാണ് കാണാൻ സാധിച്ചത്. മത്സരത്തിൻ്റെ അവസാന ഭാഗത്ത് റാൻഡി ഓർട്ടനെ കെർബ് സ്റ്റോംപ് ചെയ്തുകൊണ്ട് സെത്ത് റോളിൻസ് ആക്രമിക്കുന്നത് ആ അവസരം മുതലെടുത്തുകൊണ്ട് ദ വിഷൻ എന്ന് പറയുന്ന ടീം വിജയിക്കുന്നതിലേക്ക് നയിച്ചു. പക്ഷേ അതിനുശേഷം നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സിനെ ആക്രമിക്കാൻ വേണ്ടി അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ക്രൗൺ ജുവലിൽ നടക്കുന്ന ക്രൗൺ ജുവൽ ചാമ്പ്യൻഷിപ്പിന് നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ സെത്ത് മത്സരിക്കാൻ പോകുന്നത് കോഡി റോഡ്സിനെതിരെയാണ്. അപ്പോൾ കോഡിയെയും കൂടി ആക്രമിച്ച് താനാണ് ബെസ്റ്റ് റെസ്ലർ എന്നുള്ളത് കാണിക്കാൻ കിട്ടിയ ഒരു അവസരം അത് സെത്ത് റോളിൻസ് യൂട്ടിലൈസ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അത് അങ്ങോട്ടേക്ക് ആക്രമിക്കാൻ പോകുന്നതിന് മുൻപേ പോൾ ഹേമൻ സെത്തിനെ തടഞ്ഞു വെക്കുന്നുണ്ട്. പൂവണ്ട എന്ന് പറയുന്നുണ്ട്, നീ ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് കേൾക്കാതെ സെത്ത് അങ്ങോട്ടേക്ക് പോകുകയും കോഡി റോഡ്സിനെ കെർബ് സ്റ്റോംപ് ചെയ്യാൻ ശ്രമിക്കുകയും എന്നാൽ അത് സെത്തിന് തന്നെ പാരയായി മാറുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിയ കോഡി ക്രോസ് റോഡ്സ് എന്ന് പറയുന്ന ഫിനിഷർ ഇട്ട് സെത്തിനെ ആക്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ സെത്തിനെ കോഡി അദ്ദേഹത്തിൻ്റെ ഫിനിഷർ അടിച്ച് ആക്രമിച്ചപ്പോൾ ബ്രോൺ ബ്രേക്കറും ബ്രോൺസൺ റീഡും അങ്ങോട്ടേക്ക് ചെന്ന് സെത്തിനെ സഹായിക്കാൻ വേണ്ടി നിന്നപ്പോൾ പോൾ ഹേമൻ തടഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ പോൾ ഹേമൻ പറഞ്ഞത് ബ്രോൺസൺ റീഡും ബ്രോൺ ബ്രേക്കറും കേട്ടു, പക്ഷേ സെത്ത് കേട്ടില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നമാണ് ഇവർക്കിടയിൽ ഈ സ്മാക്ഡൗൺ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ആരാധകർ ചിത്രീകരിച്ച ആ ഒരു വീഡിയോയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. പോൾ ഹേമൻ സെത്ത് എഴുന്നേറ്റ് വന്നപ്പോൾ അങ്ങോട്ടേക്ക് പോകാതിരുന്നതും പിന്നീട് പോൾ ഹേമൻ്റെ അടുത്തേക്ക് സെത്ത് വരുന്നതും സെത്ത് പോൾ ഹേമനുമായിട്ട് ഒന്നും രണ്ടും പറഞ്ഞ് ഒരു വാക്ക് തർക്കം ഉണ്ടാകുകയും സെത്ത് ഒറ്റയ്ക്ക് ബാക്ക് സ്റ്റേജിലേക്ക് വലിയൊരു ദേഷ്യത്തോടു കൂടി നടന്നു പോകുന്നതുമായിട്ടുള്ള മൊമെൻറ്റ്സാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. അപ്പോൾ പോൾ ഹേമൻ പറഞ്ഞത് കേൾക്കാതിരുന്ന സെത്ത് അതിനുള്ളൊരു വില കൊടുക്കേണ്ടി വന്നു. അപ്പോൾ പോൾ ഹേമൻ പറഞ്ഞത് കേൾക്കാതെ വരുന്ന താരങ്ങൾക്കെതിരെ പോൾ ഹേമൻ എപ്പോഴും മറുകണ്ഠം ചാടാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ CM പങ്കിനെ ചതിച്ചതും റോമൻ റെയിൻസിനെ ചതിച്ചതുമെല്ലാം പോൾ ഹേമനെ ഇവർ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ളൊരു രീതിയിലേക്ക് വന്നപ്പോഴാണ് പോൾ ഹേമൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു പോയിന്റ് സെത്തിനെതിരെയും പോൾ ഹേമൻ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. പോൾ ഹേമൻ മിക്കവാറും സെത്തിനെ ചതിക്കാൻ സാധ്യതയുണ്ട്. ആ സ്റ്റോറിയിലേക്കുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബിൽഡപ്പിൻ്റെ ആദ്യ പടിയാണ് നമുക്ക് ഇന്നലത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ കാണാൻ സാധിച്ചത്. ഇതിൽ നിന്ന് 2 പോയിന്റാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത്. ഒന്ന്, സെത്തിനെ ചതിച്ച് ബ്രോൺ ബ്രേക്കറിൻ്റെ കൂടെ പോൾ ഹേമൻ നിൽക്കും. ഈ ദ വിഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത് തന്നെ ബ്രോൺ ബ്രേക്കർ എന്ന് പറയുന്ന യുവ താരത്തെ പൊക്കിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സെത്തിൻ്റെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് അല്ലെങ്കിൽ സെത്തിനെതിരെ ഈ ബ്രോൺ ബ്രേക്കറിനെ പോൾ ഹേമൻ ഗായ് എന്നുള്ള നിലയിൽ അവർ കയറ്റി കൊണ്ടുവരാൻ പോകുന്നത് ഈ ഒരു സ്റ്റോറിയുടെ ഭാഗമായിട്ടായിരിക്കും. പോൾ ഹേമൻ സെത്തിനെ ചതിക്കുന്നു, ബ്രോൺ ബ്രേക്കറിൻ്റെ കൂടെ നിൽക്കുന്നു, പിന്നീട് സെത്തും ബ്രോൺ ബ്രേക്കറും തമ്മിലുള്ള സ്റ്റോറി വരുന്നു. അതിൽ ബ്രോൺ ബ്രേക്കറിന് ആധിപത്യം കിട്ടുന്ന പോലെ കാണിച്ചേക്കാം. രണ്ടാമത്തേത്, മെൻസ് സർവൈവർ സീരീസ് വാർ ഗെയിംസിൽ പോൾ ഹേമൻ ബ്രോക്ക് ലെസ്നറിനെ കൺവിൻസ് ചെയ്തുകൊണ്ട് ദ വിഷൻ ടീമിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലേക്കും അവർക്കൊരു സ്റ്റോറി ബിൽഡ് ചെയ്യാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നിലവിൽ സെത്ത് പോൾ ഹേമൻ തുടങ്ങിയവർക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റോറി അവർ ഇനിയുള്ള വീക്ക്ലി എപ്പിസോഡ്സിൽ കൊണ്ടുപോകുകയും സെത്തിൻ്റെ ടീമിൽ ഇനി ഏതൊക്കെ മെമ്പേഴ്സ് സർവൈവർ സീരീസ് മെൻസ് വാർ ഗെയിംസ് മത്സരത്തിലേക്ക് വരും എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയും ചോദ്യം നിർത്തുന്ന ആ ഒരു സമയത്ത് ബ്രോക്ക് ലെസ്നറിനെ പോൾ ഹേമൻ സർപ്രൈസായി കൺവിൻസ് ചെയ്ത് സെത്തിൻ്റെ ടീമിലേക്ക് കൊണ്ടുവരികയും ഒരു മെമ്പറായിട്ട് ആഡ് ചെയ്യുകയും ചെയ്യും. അത് സർവൈവർ സീരീസ് വാർ ഗെയിംസിന് വേണ്ടി മാത്രം. അതിനുശേഷം ഈ ബ്രോക്ക് തന്നെ സെത്തിനെതിരെ നിൽക്കുന്ന ഒരു സമയത്തുള്ള ഒരു സ്റ്റോറി വരികയും അവിടെ ബ്രോക്കിൻ്റെ കൂടെ പോൾ ഹേമൻ പോകുന്ന ആ പഴയ ആ ഒരു അഡ്വക്കേറ്റ് ക്ലയൻറ്റ് ആ ഒരു സ്റ്റോറി അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് അവർ പുനരാരംഭിക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചേക്കാം. അതുകൊണ്ടാണ് ഈ അടുത്ത് ബ്രോക്കിൻ്റെ ഒരു അടുത്തേക്ക് പോൾ ഹേമൻ പോകുന്നതും പോൾ ഹേമൻ്റെ സെഗ്മെൻറ്റുകളിൽ ബ്രോക്കിൻ്റെ പേര് നിരന്തരമായിട്ട് എതിരാളികൾ വന്ന് മെൻഷൻ ചെയ്യുന്നതും. അപ്പോൾ കുറേയധികം സ്റ്റോറി ലൈനുകൾക്ക് സാധ്യതയുള്ള ഒരു പോയിൻ്റാണ് ഇന്നലത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിന് ശേഷം ഈ
ദ വിഷൻ എന്ന് പറയുന്ന ടീമിൻ്റെ ഉള്ളിൽ ക്രാക്സ് പൊട്ടിത്തെറികൾ ഉണ്ടായി എന്നുള്ളത് കാണിച്ചതിലൂടെ അവർക്ക് നമുക്ക് മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് ഇന്നലത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിന് ശേഷം ലഭിച്ച വീഡിയോയിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ച കുറച്ച് സ്റ്റോറി ലൈൻ ഡെവലപ്മെൻറ്റ്സ് ആണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.